തലച്ചോറ് നശിപ്പിക്കുന്ന 3 കാര്യങ്ങൾ. അതിൽ ഒന്നിനെ കുറിച്ച് പറയുന്നത് നേരത്തെ പറഞ്ഞ ഗാംബ്ലിംഗ് ആണ്, ചൂതാട്ടം. ഈ ചൂതാട്ടം നമുക്ക് സന്തോഷം കൂടുതൽ സംഗതിയാണ്. ചീട്ടുകളിലേക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സന്തോഷം, ഈ സന്തോഷം നമ്മുടെ തലച്ചോറിലെ കോശങ്ങളെ നശിപ്പിച്ച് കളയുന്ന. ഈ കോശങ്ങൾ നശിച്ചു പോയാൽ എന്താ ഉണ്ടാവുന്നത്? നമ്മൾ കാരണന്മാരായാൽ വയസ്സായ ആളുകളിൽ അൽഷിമേഴ്സ് എന്ന അസുഖം ഉണ്ടാകുന്നുണ്ട്. അൽഷിമേഴ്സ് കേട്ടിട്ടുണ്ടാരെങ്കിലും? 60 വയസ്സിന് മേലൊക്കെ അല്ലെങ്കിൽ അൽഷിമേഴ്സ് ഉണ്ടാവുക. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടിട്ടുണ്ടാ? ഓർമ്മക്കുറവാണ്. ചിലപ്പോഴൊക്കെ റെയിൽവേ ട്രാക്കിൻ്റെ മുമ്പിൽ റെയിൽവേ ട്രാക്കിൽ നിന്ന് പത്രം വായിക്കുന്ന ചില ആൾക്ക് ഓർമ്മയില്ലാതെ പോകുന്നതാണ്. ഒരു കാര്യം ചെയ്താലും ഓർമ്മയില്ല. അൽഷിമേഴ്സ്. ഈ അൽഷിമേഴ്സ് ഇന്ന് ചെറുപ്പക്കാരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ചെറുപ്പക്കാരിലുണ്ടാകുന്നു. കൈകാൽ വിറച്ചിലുകൾ, പാർക്കിൻസൺസ് എന്ന് പറയാം. കൈകാൽ വിറച്ചൽ കാരണന്മാരിലുണ്ടാവുന്ന, അത് ചെറുപ്പക്കാരിലുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിന് കാരണം പറയുന്നത് നമ്മൾ സന്തോഷം കൂടുതലുണ്ടായാൽ നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾ നശിച്ചു പോകും, അതുമൂലം ഉണ്ടാകുന്നു എന്നാണ് പഠനം തെളിയിക്കുന്നത്. അതിൽപ്പെട്ട ഒന്നാണ് ഒരു അഡിക്ഷനാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗം. നമ്മൾ കൊളസ്ട്രോളും ഷുഗറൊക്കെ നമ്മൾ പരിശോധിക്കാറുണ്ട്. ഉണ്ടോ? നോക്കാറില്ലേ? ചെക്ക് ചെയ്യാറില്ലേ? കൊളസ്ട്രോൾ ഉണ്ടോയെന്നും ഷുഗർ ഉണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്യും. നമ്മുടെ ഇന്റർനെറ്റ് ഉപയോഗം, അഡിക്ഷൻ നമുക്ക് എത്രമാത്രം ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന സംവിധാനമുണ്ടെന്ന്. നമ്മൾ ഷുഗർ പരിശോധിക്കുന്നത്, പ്രഷർ പരിശോധിക്കുന്നത് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഉപയോഗം, നമ്മൾ സോഷ്യൽ മീഡിയ, ഇന്റർനെറ്റിൻ്റെ ഉപയോഗം മൂലം നമ്മൾക്ക് എത്രമാത്രം നമ്മൾ അഡിക്ഷൻ ആയിട്ടെന്ന് പരിശോധിക്കുന്ന ചികിത്സകളുണ്ട്. ഇന്റർനെറ്റ് അഡിക്ഷൻ ഡിസോർഡർ എന്ന് പറയാം. നമുക്കുണ്ടോ? നമുക്കുണ്ടോ? അത് ഞാൻ കുട്ടികളോട് മാത്രമല്ല, വലിയവരോട് ചോദിക്കുകയാണ്. നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ നമുക്ക് കുറച്ച് സമയം ജീവിക്കാൻ കഴിയുന്നുണ്ടോ? ഇരിക്കാൻ കഴിയുന്നുണ്ടോ? നമുക്കോ നമ്മുടെ മക്കൾക്കോ? നമ്മൾക്ക് എപ്പോഴെങ്കിലും മൊബൈൽ ഫോൺ ഏതെങ്കിലും മെസ്സേജ് വരുന്നുണ്ടോ ചിന്ത നമുക്കുണ്ടോ? ഇന്ന് ബാത്റൂമിൽ പോകുമ്പോഴടക്കം മൊബൈൽ ഫോൺ കൊണ്ടുപോകുന്ന ശീലമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഈ മൊബൈൽ ഫോൺ കൊണ്ടുപോകും. ചില ആളുകൾ പുറത്തു വെച്ചാൽ എന്തെങ്കിലും ഫോൺ വന്നാൽ അവിടെ നിന്ന് ഓടി വരും തിരിച്ച്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്റർനെറ്റ് അഡിക്ഷൻ ഡിസോർഡറിന്റെ അടിമകളാണ്. IAD എന്ന് പറഞ്ഞ ഇന്റർനെറ്റ് അഡിക്ഷൻ ഡിസോർഡർ. നമ്മുടെ മക്കളുടെ അടുത്തുനിന്ന് ആരെങ്കിലും മൊബൈൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം ഉണ്ടാകാറുണ്ടോ? നിങ്ങളുടെ മക്കളുടെ അടുത്ത് നിങ്ങൾ മൊബൈൽ വെച്ച് ദേഷ്യം ഉണ്ടാവാറുണ്ടോ? ദേഷ്യം ഉണ്ടാവോ? മക്കൾക്ക് ദേഷ്യം ഉണ്ടാവോ? ദേഷ്യപ്പെടുന്ന മക്കളുണ്ടോ? ഉണ്ടാ? ഉണ്ട്. ദേ ഉമ്മ തലയാട്ടണ ഉണ്ട്. എങ്കിൽ IADയുടെ ലക്ഷ്യം തുടങ്ങിക്കഴിഞ്ഞു. ഇന്റർനെറ്റ് അഡിക്ഷൻ ഡിസോർഡറിന്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊറോണയ്ക്ക് ശേഷം, കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ കുട്ടികൾ മാനസിക രോഗ ആശുപത്രിയിൽ കഴിയുന്നത് മറ്റ് ലഹരി മരുന്നുകൾ ഉപയോഗത്തെക്കാൾ കൂടുതൽ, വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി, ലഹരി ഉപയോഗത്തെക്കാൾ കൂടുതൽ മാനസിക രോഗ ആശുപത്രിയിൽ കഴിയുന്നത് ഈ ഇന്റർനെറ്റ് അഡിക്ഷൻ ഡിസോർഡർ മൂലമാണ്, IAD മൂലമാണ്. അത് ഏറ്റവും അധികം കുട്ടികളുള്ളതാണ് കണക്ക്. അതുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നു മാത്രം. നമ്മുടെ മക്കള്, നിങ്ങൾക്കൊന്നും അറിയില്ലെങ്കിലും നമ്മുടെ കൊച്ചു മക്കളോട് ചോദിച്ചാൽ, ആരെങ്കിലും കോട്ടുമായിട്ടിരുന്നോ എന്നാൽ ഞാൻ അങ്ങോട്ട് വരും, ഇങ്ങനെ തല ആട്ടിക്കൊണ്ടിരുന്ന എന്താണെന്ന് ചോദിക്കും ഞാൻ. ചില ആളുകൾ ബാക്കിലിരുന്നിട്ടേ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കണം. ഞാൻ വിചാരിച്ച എന്നെ വിളിക്കുന്നതാണെന്നാ. എന്നെ വിളിക്കുന്നതല്ല, അത് ഇങ്ങനെ എന്തോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങി അങ്ങോട്ട് വരും, എന്താണ് ഇത്ത വിശേഷം എന്ന് വെച്ചിട്ട്. നമ്മുടെ മക്കളൊക്കെ നല്ല ഇന്റർനെറ്റ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ആധുനിക യുഗത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അത് മക്കൾക്ക് നമ്മുടെ മൊബൈൽ ഫോണോ ഇന്റർനെറ്റോ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. പഠനത്തിനും വിദ്യാഭ്യാസത്തിനും ഒക്കെ മൊബൈൽ ആവശ്യമാണ്. ഞാൻ പറയുന്നത്
ഇതിൻ്റെ അമിതമായ ഉപയോഗം നമ്മുടെ മക്കളുടെയും നമ്മുടെയും തലച്ചോറിനെ നശിപ്പിച്ച് കളയുന്നുള്ള. ഉപയോഗിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്, ഉപയോഗിക്കണം. നമ്മുടെ ചെറിയ മക്കള്, ഗെയിം കളിക്കാത്ത മക്കള് ആരാ ഉള്ളത്? നിങ്ങൾ മക്കളോട് ചോദിച്ചു നോക്കൂ, മോനെ മോളെ നീ ഏതൊക്കെ ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്? ഉമ്മമാർക്കറിയില്ല എൻ്റെ മോൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല മൊബൈലൊക്കെ അഭ്യാസിയാണെന്നാ പറയാം മക്കൾ. കാരണന്മാർ പറയാം എൻ്റെ മോനൊക്കെ ഭയങ്കര അഭ്യാസമുള്ളവരാണ്, മൊബൈലൊക്കെ ഉപയോഗിക്കുന്നത്, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിൽ വളരെ അഭ്യാസികളാണ്. ശരി തന്നെയാണ്. അവിടെ ആധുനിക കാലഘട്ടം അവർക്കറിയാത്ത സംഗതികളില്ല, അതും നല്ലത് തന്നെയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് നമ്മളൊന്നും അറിയാതിരുന്നാല് ഈ മക്കള് എന്തൊക്കെയാണ് കളിക്കുന്ന ഗെയിമുകൾ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? മക്കളോട് നിങ്ങൾ ചോദിക്കണം, എന്താ മോനെ നിങ്ങൾ കളിക്കണേ? ഒന്ന് പോകുമ്പോ കളിക്കണം ചോദിക്കാൻ നടക്കണേ. അപ്പൊ അവൻ പറയും. അപ്പൊ ഉമ്മ എന്ത് ചെയ്യും? കുറച്ചെങ്കിലും രക്ഷപ്പെട്ടല്ല, കുറച്ച് അടങ്ങി ഒതുങ്ങിയിരിക്കും. ചില ആൾക്കാർ മൊബൈൽ കൊടുക്കുന്നു, മകൻ അടങ്ങി ഒതുങ്ങി ഇരിക്കട്ടെ, നിങ്ങൾ അടങ്ങി ഒതുങ്ങി ഇരുന്നോ എന്ന് വിചാരിച്ച ഉമ്മമാർക്ക് സന്തോഷമായി, മകൻ അത് വെച്ച് നടന്നല്ലോ എന്ന്. ഇവൻ കളിക്കുന്ന ഗെയിം പബ്ജി ആയിക്കോട്ടെ, ഫ്രീ ഫയർ ആയിക്കോട്ടെ, എന്താണ് അവൻ കാണുന്നറിയോ? അവൻ തൻ്റെ എതിരാളികളെ വെടിവെച്ച് 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 കൊന്നുകൊണ്ട് അവർ സന്തോഷിക്കും. ഇടയ്ക്കൊക്കെ മക്കൾ പൊട്ടിച്ചിരിക്കും. അപ്പൊ ഞാൻ വെച്ചു, ഒരു ഭ്രാന്തായ എന്ന് ചോദിക്കും. അത് ഭ്രാന്തൊന്നല്ല അവർ കാണിക്കുന്നത്, അവർ വെടിവെച്ച സന്തോഷമാണ് കാണിക്കുന്നത്. തൻ്റെ എതിരാളികളെ വെടിവെച്ച് 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 കൊന്ന് അവർ സന്തോഷം പങ്കിടുകയാണ്. നമുക്കൊന്നും അറിയില്ല, തൻ്റെ എതിരാളികൾ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ സന്തോഷമാണ് അവർക്ക് ഉണ്ടാകുന്നത്, സന്തോഷം. ആ സന്തോഷം കിട്ടിയാല് വിന്നർ വിന്നർ ചിക്കൻ ഡിന്നർ എഴുതി കാണിക്കും, നിങ്ങൾ വിജയായിരിക്കുന്നുണ്ട്, വിജയ സന്തോഷം കൂടി. ഈ മക്കൾ ഒറ്റക്കല്ല കളിക്കുക. നിങ്ങൾ ചോദിച്ചു നോക്ക്, മക്കൾക്ക് മറ്റുള്ളവരുമായി ഷെയർ ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഗെയിമുകളുണ്ട്. പുതിയൊരു ഗെയിമുണ്ട്, പുതിയ ഗെയിം മാത്രമല്ല, അവനോടൊക്കെ ചോദിച്ചാൽ മതി, എല്ലാ ഗെയിം പറഞ്ഞിരുന്നു. അവനൊക്കെ എക്സ്പെർട്ടായില്ല ആ ഗെയിമിലൊക്കെ. മറ്റൊരു ഗെയിമുണ്ട്, നമ്മൾ എങ്ങനെയാണ് കളവ് നടത്തുക എന്ന് പഠിപ്പിക്കുന്ന. ചോദിച്ചാൽ മതി അതിന്റെ പേരെന്താന്ന്. കളവ് നടത്താൻ പഠിപ്പിച്ച, കളവ് നടത്തിയാൽ പോലീസ് വന്നാല് പോലീസിനെ എങ്ങനെ വെടിവെച്ച് കൊല്ലാം. ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ പോകുന്നില്ല, റിട്ടയർ ചെയ്ത സന്തോഷിക്കുകയാണ് ഞാൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വെടികൊണ്ട് മരിക്കുള്ളൂ. മക്കള് കളവ് എങ്ങനെ നടത്താമെന്ന് പ്രാക്ടീസ് കൊണ്ട് ചിരിക്കാം. ഒരാൾ ചിരിച്ച് കളയാൻ വേണ്ടി പറയുന്ന കാര്യമല്ല. നാളെ നമ്മൾ ഖേദിക്കേണ്ടി വരും. നാളെ പോലീസ് സ്റ്റേഷന് മുമ്പിൽ നമ്മുടെ മക്കൾ കിടക്കുമ്പോൾ ഈ ഉമ്മയും വാപ്പയും നിന്ന് പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ നിന്ന് കരയേണ്ടി വരും. ആ കരയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയുന്നത്, കരയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അവരിങ്ങനെ കൊന്നു തള്ളുമ്പോൾ, അവരെതിരാളികളെ അത് പിടിക്കാൻ വന്ന പോലീസുകാരെ വെടിവെച്ച് കൊന്നുകൊണ്ട് അവർ രക്ഷപ്പെട്ട് എങ്ങനെയാണ് കളവ് ചെയ്യുക എന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിമുകൾ. മറ്റു പല ഗെയിമുകളും ഒക്കെ നമ്മൾ മാറിക്കൊണ്ടിരുന്നു. നമ്മുടെ മക്കളെ മറ്റൊരു യുഗത്തിലേക്ക്, മറ്റൊരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോകുന്ന പല ഗെയിമുകളുണ്ട്. അവരെ ഓരോന്ന് ചെയ്യിക്കുന്ന ഗെയിമുകളുണ്ട്, അവരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഗെയിമുകളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ മക്കൾക്ക് സന്തോഷം നൽകുന്ന സംഗതികളാണ്. ഞാൻ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്, അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്, അല്ലാണ്ട് നിങ്ങൾക്ക് കേൾവിയുടെ വെളിച്ചത്തിലല്ല പറയുന്നത്. നമ്മുടെ മക്കളെ നമുക്ക് രക്ഷപ്പെടുത്തണ്ടേ വേണ്ടേ? നമ്മളിതൊന്നല്ല, നമ്മുടെ മക്കളെ നമ്മൾ രക്ഷപ്പെടുത്തിയിരിക്കണം. മക്കൾക്ക് ഇതൊന്നും ഉപയോഗിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല ഇപ്പോഴും. അവരെ ഉപയോഗിക്കണം, നല്ല രീതിയിൽ ഉപയോഗിക്കണം.